ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമയാസ് വ്ളോഗ്. ഇന്ന് എല്ലാ ബാച്ചിലേഴ്സിനും ഈസിയായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി ആയാലോ. ബാച്ചിലേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഈസിയായി തയ്യാറാക്കാം. ഒരു തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ പേസ്റ്റാക്കി നമുക്ക് അല്ലെങ്കിൽ ചതച്ചെടുക്കണം കേട്ടോ. ഇത്രയും ഞാനൊന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കുകയാണേ. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായ ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളി വേവുന്നതിന് മുമ്പേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം നല്ല രീതിക്ക് യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് പച്ചവെള്ളം കൂടെ വീട്ടി മൂടി വെച്ച് 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം മൂടി തുറന്ന് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ചൂട് കപ്പയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോസുമായിട്ട് കാണാം. ബൈ.